എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഞാറയ്ക്കാട്ടുവിള തെങ്ങഴികം ശിവശക്തി ക്ഷേത്രത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ കൈവിഷ ദോഷങ്ങൾ മാറ്റുന്ന മരുന്ന് കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടെ ഒരു കോവിലിൽ മുന്നിൽ മഹാദേവനും പിൻഭാഗത്ത് പാർവതീദേവിയും കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. ഭഗവാന് കാളകൂടവിഷം കഴിച്ചപ്പോൾ അത് ഭഗവാന്റെ ഉള്ളിലേക്ക് പോകാതെ പാർവതീദേവി മഹാദേവൻ്റെ കഴുത്തിൽ സ്പർശിച്ച് ആ കാളകൂടവിഷം ഭഗവാന്റെ കഴുത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ആ വിഷം ഉള്ളിലേക്ക് പോകാതെ പാർവതീദേവി കാത്തതുപോലെ നമ്മളിലേക്ക് വന്നു ഭവിച്ചിരിക്കുന്ന കൈവിഷദോഷങ്ങളെ മാറ്റുവാനായി ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിൽ കൈവിഷത്തിന് മരുന്ന് കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണിത്. അതിനു മുമ്പായിട്ട് ഇവിടെ വടക്കോട്ട് ദർശനമായി നിൽക്കുന്ന പ്രത്യങ്കിര ഭാവത്തിലുള്ള ഭദ്രകാളി ഭഗവതി ഇവിടെ പുറത്ത് കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിലെ ഇവിടെ വെച്ചാണ് ഗുരുതി പൂജ നടക്കുന്നത്. ഈ ഗുരുതി പൂജയിലാണ് നമ്മളിൽ ബാധിച്ചു നിൽക്കുന്ന കൈവിഷബാധകളെ ഭഗവതി ചോദ്യം ചെയ്യുമെന്ന ആ ബാധകളെ ഭഗവതി ചോദ്യം ചെയ്ത് നമ്മളിൽ നിന്ന് ആ ബാധ ഉപദ്രവങ്ങളെ മാറ്റും എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇവിടെ കൈവിഷത്തിന് മരുന്ന് ജപിച്ച് കൊടുക്കുന്നത്. വളരെ ശക്തിയുള്ളതായ ഒരു സങ്കേതമാണ്. ഇതൊരു വലിയൊരു കാവാണ്. ഈ കാവിൽ നാഗദൈവങ്ങൾ പ്രത്യക്ഷമായി കുടികൊള്ളുന്നു എന്നുള്ളതാണ്. വളരെ നല്ല ഒരു കാവാണ്. ഇവിടെ യോഗീശ്വര സ്വാമിയും ബ്രഹ്മരക്ഷസും മന്ത്രമൂർത്തിയും അപ്പൂപ്പനും മാടൻമൂർത്തിയും യക്ഷിയമ്മയും ഒക്കെ ഈ ക്ഷേത്രസങ്കേതത്തിൽ കുടികൊള്ളുന്നു. പ്രധാനമൂർത്തിയായി മഹാദേവനും പാർവതിയും, കന്നിമൂലയിൽ ഗണപതി ഭഗവാനും, പുറത്ത് ഭദ്രകാളിയും, കാവിൽ നാഗദൈവങ്ങളും, യോഗീശ്വരനും ബ്രഹ്മരക്ഷസും മന്ത്രമൂർത്തിയും അപ്പൂപ്പനും മാടൻമൂർത്തിയും യക്ഷിയമ്മയൊക്കെ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. കൈവിഷദോഷത്തിന് മരുന്ന് കൊടുക്കുന്ന പ്രശസ്തമായൊരു ക്ഷേത്രമാണ് തിരുവിഴ ക്ഷേത്രം. പിന്നെ ഈ ഒരു ക്ഷേത്രമാണ് കേട്ടിട്ടുള്ളത്. ഇത് അധികം ആർക്കും അറിയാത്ത ഒരു ചെറിയ ക്ഷേത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. ഞാറയ്ക്കാട്ടുവിള, നഗരൂർ, നെടുമ്പറമ്പ് ഞാറയ്ക്കാട്ടുവിള ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ കൊടുത്തേക്കാം, അവരുമായി ബന്ധപ്പെടുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം.